നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കീഹോൾ സർജറിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോട്ടയം ജനറൽ ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ എം ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് കീഹോൾ സർജറി എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കീഹോൾ സർജറിയുടെ നൂതന സംവിധാനങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കീഹോൾ സർജറി എന്ന് പറയുന്നത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ആണ് അത് തുടങ്ങിയത്. അത് നമ്മുടെ ആ ഒരു അറിവ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളിലെ ചില പരീക്ഷണത്തിൽ ഒരു പട്ടിയുടെ കുടലിൻ്റെ ഭാഗം പരിശോധിക്കാനായിട്ട് 1900-ൻ്റെ ആദ്യത്തെ 1901 ഒരു സർജനാണ് അത് പരിശോധന തുടങ്ങിയത്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് ഈ വയറിൻ്റെ കീറാതെ തന്നെ വയറിനകം പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷനെ പറ്റി വന്നു. പക്ഷെ അന്നും അതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഒരു കുഴലിനകത്തൂടെ ലൈറ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഒരു രീതിയായിട്ട് കുറേ വർഷങ്ങൾ അങ്ങനെ തുടർന്നു. ഏകദേശം 1960 1970 ആദ്യത്തെ ഒരു കീഹോൾ ശസ്ത്രക്രിയ ഗൈനക്കോളജി വിഭാഗമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം 80കളിൽ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കീഹോളിൽ ചെയ്തു. അത് കഴിഞ്ഞ് തുടർന്ന് 89 ആ റേഞ്ചിൽ പിത്തസഞ്ചി നീക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒപ്റ്റിക്കൽ വളർച്ച, അതായത് ഒപ്റ്റിക്കലും ആൻഡ് ടെക്നോളജിക്കൽ വളർച്ചയുടെ ഭാഗമായിട്ട് മറ്റ് ശസ്ത്രക്രിയകളെല്ലാം കീഹോളായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ പറ്റി അത് പയ്യപ്പേ വന്നു. ഒരു 2000 1990s ഇന്ത്യയിലും ആദ്യത്തെ സർജറി ചെയ്യുകയും തുടർന്ന് മറ്റ് സർജന്മാരത് പഠിക്കുകയും അങ്ങനെ ഒരു 2000 നല്ല സ്ട്രോങ് ആയിട്ട് ശസ്ത്രക്രിയ വിഭാഗത്തിൽ നിന്ന് കീഹോളിലേക്ക് വന്നു. ഏകദേശം 2015 ശേഷമാണ് മേജർ സർജറീസ് എല്ലാം കീഹോളിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ പറ്റി നമുക്ക് ചർച്ചയിൽ അതിൻ്റെ ഒരു പഠന സമയം കഴിഞ്ഞത്. ഇപ്പം ഇപ്പോൾ ഒരു പഠിച്ചു വരുന്ന ഒരു പുതിയ സർജൻസ് വരെ എല്ലാവരും കീഹോൾ സർജറിയിൽ ട്രെയിൻഡായിട്ടാണ് പൊതുവെ ഇറങ്ങുന്നത്. ഇപ്പം ഒരു കീഹോൾ സർജറി എന്താണെന്നുള്ള ഒരു ധാരണയും കൂടെ നമുക്കിതിനകത്തുണ്ടാവണം. കീഹോൾ സർജറി എന്ന് പറയുന്നത് നമ്മൾക്കൊരു വയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാവിറ്റി അതിന് പരിശോധിക്കാനായിട്ട് കീറി നോക്കാതെ ഒരു താക്കോൽ പഴുത് ചെറിയൊരു മുറിവുണ്ടാക്കി അതിലേക്ക് ക്യാമറ കടത്തി ആ ക്യാമറയിലൂടെ വെട്ടവും കടത്തിയാൽ നമുക്ക് അകഭാഗം കാണാനും അത് നമുക്കൊരു TV-യിലൂടെയോ ലെൻസിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ നമുക്കത് കണ്ട് ആ ഓപ്പറേഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വളരെ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ ശസ്ത്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് കീഹോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ എന്താണ് കീഹോൾ സർജറി എന്നതിനെ കുറിച്ച് ഡോക്ടർ വ്യക്തമാക്കി. അതുപോലെ തന്നെ വേറൊരു സംശയമാണ്, ഈ കീഹോൾ സർജറി എത്ര തരമാണുള്ളത്? കീഹോൾ സർജറി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാവിറ്റി, ഇപ്പം മനുഷ്യൻ്റെ ശരീരത്തിൽ പല പല ക്യാവിറ്റികളുണ്ട്. ആ ക്യാവിറ്റിയിലേക്ക് നോക്കുന്നതിനെല്ലാം കീഹോൾ സർജറിയുടെ ഒരു ഇംഗ്ലീഷ് നാമകരണം എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പി എന്നാണ്. അപ്പോൾ ഈ സ്കോപ്പി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ കീഹോൾ സർജറിയുടെ ഭാഗത്തിലേക്ക് തുടങ്ങുന്നത്. സ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ആ ക്യാവിറ്റി പരിശോധിക്കുന്നു. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് വയറിൻ്റെ ക്യാവിറ്റി പരിശോധിക്കുന്നതിനെ ലാപ്രോസ്കോപ്പി എന്ന് വിളിക്കും. നെഞ്ചിൻ്റെ ക്യാവിറ്റി, അതായത് ഹൃദയം ഇരിക്കുന്ന ലങ്സൊക്കെ ഇരിക്കുന്ന ഭാഗം പരിശോധിക്കുന്നതിനെ തൊറക്കോസ്കോപ്പി എന്ന് പറയും. ഹാർട്ടിൻ്റെ അറഭാഗം പരിശോധിക്കുന്നതിനെ മീഡിയസ്റ്റൈനോസ്കോപ്പി എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം മുട്ടിൻ്റെ ജോയിൻറ്റ് പരിശോധിക്കുന്നതിനെ ആർത്രോസ്കോപ്പി എന്ന് പറയും. യൂട്രസിൻ്റെ അകഭാഗം പരിശോധിക്കുന്നതിന് എസ്ട്രോസ്കോപ്പി. അതുപോലെ തന്നെ ഇപ്പം എൻഡോസ്കോപ്പി എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഒരു പലതരത്തിലുള്ള വിഭാഗമുണ്ട്. അന്നനാളം പരിശോധിക്കുക, കുടൽ പരിശോധിക്കുക, മലദ്വാരം പരിശോധിക്കുക, ഇവയെല്ലാം അതായത് മുറിവുണ്ടാക്കാതെ ഉള്ളു പരിശോധിക്കുന്ന ഒരു പ്രക്രിയനെയാണ് ഏകദേശം കീഹോൾ എന്നുള്ള ഒരു വാക്കിലേക്ക് വരുന്നത്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വയറിൻ്റെ പരിശോധനയ്ക്കാണ് കീഹോൾ സർജറികൾ കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ കീഹോൾ സർജറിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ അതായത് എത്രത്തോളം ഉപകാരപ്രദമാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്? കീഹോൾ സർജറിക്ക് അതിനൊരു ഉപകാരമുണ്ട്, അതിന് കുറച്ച് ദൂഷ്യവശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കീഹോൾ സർജറിയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒരു മുറിവുണ്ടാക്കാതെ അകത്ത് ഒരു ഓപ്പറേഷൻ നടത്തി ആ ഗ്രന്ഥി റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് അസുഖം നീക്കം ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഇപ്പോൾ കീഹോളായിട്ട് ചെയ്താലും അത് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്താലും അകത്ത് നടക്കുന്ന ഓപ്പറേഷൻ ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തെ ഓപ്പറേഷൻസിന് കൊടുക്കേണ്ട പ്രാധാന്യം, അകത്തെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ പാലിക്കേണ്ട ചില പഥ്യങ്ങൾ പാലിക്കേണ്ടി തന്നെ വരും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷേ വയർ കീറുക അല്ലെ ആ തൊലി തുറന്ന് അകത്തേക്ക് പോകേണ്ട മുറിവ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വേദനയുടെ അളവ് വളരെ കുറവായിരിക്കും. പേശികൾക്കുണ്ടാകുന്ന മുറിവുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റെസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും.
പക്ഷേ അകത്ത് നടന്ന ആ ഓപ്പറേഷന് എത്രത്തോളം റെസ്റ്റ് എടുക്കണോ ആ റെസ്റ്റ് നമുക്ക് എടുക്കേണ്ടി വരും, കീ ഹോൾ സർജറി ആണെങ്കിൽ പോലും. അപ്പം നമ്മൾ കീ ഹോൾ സർജറിയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുറിവുകളുടെ അളവ് വളരെ കുറവും നമുക്കതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് പല കേസിലും നമുക്ക് റെസ്റ്റുകൾ പകുതിയോ അല്ലെ 1/4% താഴെ നമുക്കുള്ള റെസ്റ്റ് എടുക്കേണ്ട കാര്യം വരികയുള്ളൂ. പക്ഷെ ചില സർജറിക്ക് നമ്മൾ മുറിവ് ചെറുതാണെങ്കിലും ഡോക്ടർ നിർദ്ദേശിക്കുന്ന റെസ്റ്റ് എടുക്കേണ്ടി വരും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ നമ്മളോട് ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും സോമരാജ് പിള്ളയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോട്ടെ. ഹലോ നമസ്കാരം ഡോക്ടർ. ഞാൻ ചോദിക്കാൻ വന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കത്തിന് നടത്തുന്ന സർജറി ഈ ഹോൾ സർജറി നടത്താൻ കഴിയുമോ എന്നുള്ള. തീർച്ചയായിട്ടും കീ ഹോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നമുക്കൊരു മൂത്ര തടസ്സത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ശസ്ത്രക്രിയയാണെങ്കിൽ നമുക്ക് ആ കീ ഹോൾ മാത്രമല്ല, സിസ്റ്റോസ്കോപ്പി എന്ന് പറയും. അതായത് അതിനൊരു കീ ഹോളിൻ്റെ മുറിവ് പോലും വേണ്ട, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹോൾ, അതായത് മൂത്രം പോകുന്ന ഹോളിൽ കൂടെ തന്നെ നമുക്ക് ക്യാമറ കടത്തി പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥി ബ്ലോക്ക് ഉണ്ടാകുന്ന ഭാഗം നീക്കം ചെയ്യുകയും ചെയ്യാം. പക്ഷേ ചില കേസിൽ അതിനകത്തൊരു ക്യാൻസറസ് ചേഞ്ചസോ അങ്ങനെ സംശയമോ വല്ലതും ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ കേസിനകത്ത് വയറിലൂടെ നമ്മളാക്കി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നത് കീ ഹോളോ അല്ലെ റോബോട്ടിക്സ് ഉപയോഗിച്ചോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഏതൊക്കെ രോഗികൾക്ക് കീ ഹോൾ സർജറി സാധ്യമാണ്, അതായത് ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് സാധ്യമായിട്ടുള്ളത്, ഇനി അതുപോലെ തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളാണ് ഇത് സാധ്യമല്ലാത്തതും, അത് സാധ്യമല്ലാത്തതിൻ്റെ കാരണം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതെ, ശരി. ഇപ്പോൾ ഏകദേശം കീ ഹോൾ സർജറി സാധ്യമല്ലാത്ത കേസുകൾ വളരെ കുറവാണ്. നമുക്ക് അത് ആ രോഗിയുടെ അവസ്ഥയും കൂടെ ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഇപ്പം നമുക്ക് സാധ്യമായിട്ട് കൊള്ളാറ്. ഇപ്പം പണ്ട് ഞാൻ MS പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കോമൺലി പിത്തസഞ്ചിയും അപ്പൻഡിക്സും മാത്രമേ നമ്മൾ നീക്കം ചെയ്യുന്ന കാണത്തുള്ളായിരുന്നു. കുടലിൻ്റെ ഓപ്പറേഷന്, ആമാശയത്തിൻ്റെ ഓപ്പറേഷനൊന്നും എല്ലാം ഓപ്പൺ സർജറി ആയിരുന്നു ആ സമയത്ത് ചെയ്യുന്നത്. പക്ഷേ അത് ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നതിന് ശേഷം കുടലിൻ്റെ ശസ്ത്രക്രിയ, പാങ്ക്രിയാസിൻ്റെ സർജറി, കിഡ്നി സ്റ്റോൺസ്, കിഡ്നി നീക്കം ചെയ്യുക, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് വരെ നമുക്ക് കീ ഹോളിൽ ചെയ്യുന്ന സെൻറ്റേഴ്സുണ്ട്. ആ സെൻറ്ററിൽ കീ ഹോൾ ചെയ്യാം. കീ ഹോൾ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യയാണ്. അനസ്തീഷ്യ നമുക്ക് ജനറൽ അനസ്തീഷ്യ ആയിട്ടുള്ള ഫുൾ അനസ്തീഷ്യ വേണ്ടി വരും. അപ്പോൾ ജനറൽ അനസ്തീഷ്യ താങ്ങാൻ വയ്യാത്ത ഒരു രോഗീനെ നമുക്ക് കീ ഹോൾ ചെയ്യാൻ പറ്റുകയില്ല. അത് അതിജീവിക്കാൻ പറ്റുന്ന ഒരു രോഗിയുടെ പരിശോധനയ്ക്ക് ശേഷമേ കീ ഹോൾ സർജറി നിർദ്ദേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കീ ഹോൾ സർജറി ഇപ്പോൾ ആ രോഗി അത് താങ്ങുകയല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് കീ ഹോൾ സർജറി ഒഴിവാക്കി ആ ഭാഗം മാത്രം മരവിപ്പിച്ചുള്ള ചെറിയ ശസ്ത്രക്രിയയായിട്ട് ചെയ്യേണ്ടി വരും. പൊതുവെ അത് മറ്റ് സ്ഥലങ്ങൾ, അതുപോലെ ഈ ഹെർണിയ ഓപ്പറേഷൻസ്, ഇതെല്ലാം കീ ഹോളിൽ പല പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റാത്ത സർജറി എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് നമ്മുടെ OP വന്ന് ഇപ്പം നമ്മുടെ തൊലിയിലെ മുഴകൾ, അത് കീ ഹോൾ സർജറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് നമുക്ക് പറയാനില്ല. കാരണം അതൊരു ക്യാവിറ്റിയിലെ ഓപ്പറേഷനല്ല, തൊലി കീറി ആ മുഴ എടുക്കുന്നു. ആ മുഴ ഏറ്റവും ചെറുതായിട്ട് എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണിരിക്കും കീ ഹോൾ സർജറി ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് ഈ ആന്ത്രവായു, ഹൈഡ്രോസീൽ മുതലായ അങ്ങനത്തെ അസുഖങ്ങൾക്ക് കീ ഹോൾ സർജറി ചോദിക്കാറുണ്ട്. അത് വൃഷ്ണത്തിൻ്റെ സർജറികൾ പൊതുവെ ഇപ്പോഴും അതൊരു സ്ക്രോട്ടം എന്ന് പറയുന്നൊരു സഞ്ചിക്കകത്ത് കിടക്കുന്നത്, അവിടെ ഒരു ക്യാവിറ്റി എന്ന് പറയുന്ന സ്ഥലം അത്രയില്ല. അതുകൊണ്ട് തന്നെ അവിടെയും കീ ഹോൾ സർജറി അധികം ചെയ്യുന്നതായിട്ട് ഇതുവരെ ഇപ്പോഴത്തെ നിലവിലുള്ള ടെക്നോളജിയിൽ ചെയ്യുന്നില്ല. പക്ഷേ പ്രസവം നിർത്തുക, വേരിക്കോസ് വെയിൻസിന് പോലും നമ്മൾ കീ ഹോൾ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ എപ്പോഴാണ് ഈ കീ ഹോൾ സർജറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതായത് ഈ കീ ഹോൾ സർജറിയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ശരി, കീ ഹോൾ സർജറി നമുക്കിപ്പോൾ ആ രോഗി ആ ഓപ്പറേഷൻ അനസ്തീഷ്യ ചെക്കപ്പ് കഴിഞ്ഞാൽ കീ ഹോൾ സർജറിക്ക് നമുക്ക് അനസ്തീഷ്യ ഓക്കെ ആണെങ്കിൽ നമുക്ക് കീ ഹോൾ സർജറി ചെയ്യുന്നതിന് ശരിക്കും ആ ഡോക്ടറിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് കൂടെ ഉണ്ടെങ്കിൽ കീ ഹോൾ സർജറി മിക്ക കേസുകൾക്കും കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കീ ഹോൾ സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് 3-4 കീ ഹോളുകൾ ചെറിയ പല അളവിൽ, ഒരു സെൻറ്റിമീറ്റർ, 1/2 സെൻറ്റിമീറ്റർ, 7 മില്ലിമീറ്റർ, 15 മില്ലിമീറ്റർ, അതായത് 1.5 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള മുറിവുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ എത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, ചിലപ്പോൾ 3-4 ഉപകരണങ്ങൾ അറ്റ് എ ടൈം ഒരേ സമയത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അത്രയും കീ ഹോളുകൾ ഹോൾസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ ഹോൾസിൽ ഒരെണ്ണം ക്യാമറയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. ക്യാമറയിൽ ലൈറ്റ് കൂടെ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അകത്തെ ഭാഗം നന്നായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ തന്നെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നോർമലിൽ കണ്ണിൽ കാണുന്നതിനേക്കാളും ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ ഓപ്പറേഷൻ്റെ പ്രിസിഷൻ വളരെ കൂടുതലായിരിക്കും.
പിന്നെ നമുക്ക് നോർമലി കാഴ്ച എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നമുക്ക് ക്യാമറ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പറേഷനെ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം അതിനുശേഷം ഈ ഒരാളുടെ ക്യാമറയുടെ സഹായത്തോടു കൂടി നമുക്ക് മറ്റു ഉപകരണങ്ങൾ, അതായത് കീ ഹോളിലായിട്ട് ഡിസൈൻ ചെയ്ത നീളം കൂടിയ വളരെ ചെറിയ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണം ഉപയോഗിച്ച് വളരെ പ്രിസിഷനായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ഥലം അനുസരിച്ച്, ഇപ്പോൾ വയറിൻ്റെ കേസാണെങ്കിൽ വയർ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ മറ്റ് ഗ്യാസ് ഉപയോഗിച്ച് വീർപ്പിച്ചതിന് ശേഷമാണ് കീ ഹോൾ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പം നെഞ്ചിലെ ഓപ്പറേഷൻസിന് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരണമെന്നില്ല. ശ്വാസകോശത്തിൻ്റെ ഓപ്പറേഷൻ കീ ഹോളിൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഹാർട്ടിൻ്റെ വാൽവിൻ്റെ ഓപ്പറേഷൻ കീ ഹോൾ, മറ്റേ അറ്റാക്കിൻ്റെ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന ഓപ്പറേഷൻ കീ ഹോളിൽ ചെയ്യുന്ന വിഭാഗമുണ്ട്. തലച്ചോറിൻ്റെ ഓപ്പറേഷനും കീ ഹോളിൽ ചെയ്യുന്ന ഉണ്ട്. അതിനകത്ത് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി ആ ഹോളിൽ കൂടെ തലച്ചോറിൻ്റെ ശസ്ത്രക്രിയകളും മുഴകളും നീക്കം ചെയ്യുന്ന ഓപ്പറേഷനുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പൊതുവെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷനും ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് കീ ഹോൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിന് ടെക്നിക്കലി കുറച്ച് പ്രയാസങ്ങൾ, ഓപ്പൺ ഓപ്പറേഷനെക്കാട്ടിലും ബെറ്റർ റിസൾട്ട് പല കാര്യങ്ങൾക്ക് തരാൻ ഇതുവരെ പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഇപ്പോഴും കൂടുതലും ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നത് കീ ഹോൾ സെൻറ്റർ ചെയ്യുന്നവർ ഉണ്ട്. ശരി ഡോക്ടർ. അതുപോലെ ഈ കീ ഹോൾ സർജറിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സയുടെ സമയം എങ്ങനെയാണ്? പൊതുവേ ആദ്യഘട്ടങ്ങളിലൊക്കെ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും വളരെയധികം സമയം കീ ഹോൾ സർജറിക്ക് വേണ്ടി എടുക്കുമായിരുന്നു. അത് ആ ഒരു ലേണിംഗ് ഫേസിലായിരുന്നു. പക്ഷെ നമ്മളത് എക്സ്പെർട്ടൈസ് ആകുന്നതനുസരിച്ച് ഓപ്പൺ ഓപ്പറേഷനേക്കാളും വളരെ കുറച്ച് സമയം കൊണ്ട് കീ ഹോൾ സർജറി തീരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ അവയവത്തിൻ്റെ കാണാനുള്ള വ്യൂ വളരെ കൂടുതലായിരിക്കും. ആ അവയവത്തെ നമുക്ക് വളരെ വലുതായിട്ട് കാണാം, മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടായാൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമെന്നും എവിടെ നിന്നാണ് ബ്ലീഡിങ് ഉണ്ടായെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. ആദ്യഘട്ടങ്ങളൊക്കെ അത് വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ സമയത്ത് കണ്ടമാനം ബ്ലീഡിങ് ഉണ്ടായാൽ ഉടനെ തന്നെ ഓപ്പൺ ആക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇപ്പം വളരെ ചുരുക്കം കേസുകളിലാണ് കീ ഹോൾ നമ്മൾ ഓപ്പൺ ആക്കി ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ സർജറിക്ക് ശേഷം വരുന്ന ചെക്കപ്പ്, അതുപോലെ വിശ്രമം ഒക്കെ എങ്ങനെയാണ്? ഇപ്പം ഓരോ സർജറിക്കും ഓരോ സ്വഭാവമാണല്ലോ. ഇപ്പം 3 മുതൽ 7 ദിവസം വരെ ആണ് ഇതിന് വിശ്രമം എങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത്ര നാളാണ് ഇതിന് വിശ്രമം എടുക്കേണ്ടത്. അതുപോലെ ചെക്കപ്പിൻ്റെ കാര്യം കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അത് ഓരോ ഓപ്പറേഷൻ അനുസരിച്ചാണ്. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ അന്ന് രാവിലെ രോഗി എത്തുകയും വളരെ ലൈറ്റായിട്ടുള്ളൊരു ഭക്ഷണം ഏകദേശം ഒരു 6 മണിക്കൂർ മുമ്പ് വരെ ഭക്ഷണം കഴിക്കാനുള്ള അവസരം പല സ്ഥലങ്ങളിലുണ്ട്. അത് ഓരോ ആ ആശുപത്രിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചിലയിടത്ത് 24 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ 6 മണിക്കൂർ മതിയാവും. അതിന് ശേഷം അനസ്തീഷ്യ ഔട്ടായി കഴിഞ്ഞാൽ, അനസ്തീഷ്യയിൽ നിന്നും ആൾ മോചിതനായി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ തന്നെ തിരിച്ച് വിടുന്ന സ്ഥലങ്ങളുണ്ട്, പിറ്റേ ദിവസം വിടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കീ ഹോൾ ഓപ്പറേഷൻ അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷനാണ് ചെയ്തേക്കുന്നത്. ഒരു 3 ദിവസത്തിനുള്ളിൽ ആൾക്ക് നോർമൽ ആക്ടിവിറ്റീസ്, അതായത് വീട്ടിലുള്ള അധികം ഭാരം എടുക്കാത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നമ്മളൊന്ന് ഒരു ചെറിയ രീതിയിൽ നടക്കുന്നത് വളരെ നല്ലതാണ്. അതിപ്പം ഓപ്പൺ ഓപ്പറേഷൻ ആണെങ്കിലും എല്ലാവരും അത് വളരെയധികം നിർദ്ദേശിക്കാറുണ്ട്. പിത്തസഞ്ചിയുടെ ഓപ്പറേഷന്, ഈ യൂട്രസിൻ്റെ ഓപ്പറേഷന്, ഇവയെല്ലാത്തിനും നമുക്ക് ആ വയറിൻ്റെ ഈ മുറിവ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ റെസ്റ്റ് വളരെ കുറച്ച് മതിയാവും. പക്ഷേ ഒരു ഹെർണിയയുടെ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതായത് വയറിൻ്റെ ഭിത്തിയിൽ ഉള്ളൊരു റിപ്പയറാണ് ചെയ്യുന്നത്. നെറ്റൊക്കെ വെച്ച് തയ്ക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അത് കീ ഹോളിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ നെറ്റ് അവിടെ പിടിക്കാനായിട്ട് ഏകദേശം 1 മാസം വളരെ സൂക്ഷ്മമായിട്ട് ഇരിക്കേണ്ടി വരും. ബെഡ് റെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, പക്ഷേ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു റെസ്റ്റ് എടുക്കേണ്ടി വരും. അധികം വെയിറ്റ് എടുക്കാതെ 1 മാസത്തോളം. അത് കീ ഹോളിനും ഓപ്പണിനും ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷേ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ വേദനയുടെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ റെസ്റ്റ് നമുക്ക് ഒരു ഏകദേശം ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് നിർദ്ദേശിക്കും. പക്ഷേ എന്താണേലും ഒരു 1-2 ആഴ്ചയെങ്കിലും ഓപ്പൺ ഓപ്പറേഷനേക്കാളും കുറവ് റെസ്റ്റ് എടുത്താൽ മതി. ചെക്കപ്പ് ആണെങ്കിൽ പൊതുവെ കീ ഹോൾ ഓപ്പറേഷന് നമ്മൾ ഒന്നാമത്തെ ആഴ്ചയിൽ ഒരു ചെക്കപ്പും പൊതുവെ അതോടുകൂടി പിന്നെ ആ രോഗിയുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് എന്തെങ്കിലും ചെക്കപ്പ് പറയാറേ ഉള്ളൂ മിക്ക കേസിനും. ശരി ഡോക്ടർ. അതുപോലെ ഈ കീ ഹോൾ സർജറിയെ കുറിച്ച് പല മിഥ്യാധാരണകളും നമ്മുടെ ഇടയിലുണ്ട്. ഇതിൽ വാസ്തവമുണ്ട്? അതായത് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ എല്ലാ ഒരു പ്രക്രിയകൾക്കും അതിൻ്റേതായ പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ കീ ഹോൾ ഓപ്പറേഷൻസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ, രോഗിയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് പ്രാധാന്യം വരുന്നതാണ്. പ്രായം എന്നുള്ളതിനെക്കാട്ടിലും ആരോഗ്യത്തെ, അതായത് ഹാർട്ടിൻ്റെ ഇടുപ്പിന് നമുക്ക് ക്ഷീണമുള്ള ഹാർട്ടിന് ക്ഷീണമുള്ള ആൾ, ലങ്സിന് ക്ഷീണമുള്ള ആൾ,
കണ്ടമാനം വിമിഷ്ടമുള്ളവരെ നമുക്ക് തീരെ ചെറിയ അളവിലുള്ള അല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടമാനം വിമിഷ്ടമൊക്കെ ഉള്ളവർക്ക് കീഹോൾ സർജറിയുടെ, അതായത് നമ്മളൊരു ഗ്യാസ് വീർപ്പിച്ചാണ് കീഹോൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ ഇടിപ്പിന് വ്യതിയാനം വരാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഓപ്പറേഷന് മുമ്പുള്ള ഒരു പരിശോധനയിൽ ഇതിൻ്റെ ഉള്ള ഈ അപകട സാധ്യതയ്ക്കുള്ള റിസ്ക് പരിശോധിച്ചതിന് ശേഷമാണ് കീഹോൾ സർജറി നമ്മൾ നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ പരിശോധനയിൽ ഈ റിസ്ക് വളരെ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് കീഹോൾ ഓപ്പറേഷൻ ഒഴിവാക്കി ആ ഭാഗം മാത്രം ധരിപ്പിച്ചുള്ള ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള അനസ്തീഷ്യ കൊടുത്തുള്ള ഓപ്പറേഷനായിരിക്കും നിർദ്ദേശിക്കുക പൊതുവെ. അപ്പം എല്ലാ ഓപ്പറേഷനും കീഹോള് ചെയ്യണം എന്നുള്ളത് ഒരു നല്ല ആഗ്രഹമാണ്. പക്ഷേ അതിനകത്ത് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നും അനസ്തീഷ്യ സൈഡിൽ നിന്നും അത് ഒരു റിസ്ക് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ കീഹോൾ നടത്തിയാൽ ഈ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി കീഹോൾ സർജറി നടത്തിയാൽ ഓപ്പറേഷൻ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് സർജറിയുടെ ഒരു കീഹോൾ സർജറി ആയിട്ട് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കീഹോൾ സർജറി ആണെങ്കിലും ഓപ്പൺ സർജറി ആണെങ്കിലും നമ്മൾ അകത്ത് ചെയ്യുന്ന ഓപ്പറേഷനും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടേണ്ട അത്രയും തന്നെ ഓപ്പറേഷൻ അല്ല അത്രയും തന്നെ ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കീഹോളായി ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പണായിട്ട് ചെയ്യുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. അത് ആ മുറിവ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കീഹോളായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി വ്യക്തമായിട്ട് കാണുന്ന അനുസരിച്ച് നമുക്ക് ലേശം കൂടെ കൂടുതൽ ഗ്രന്ഥി റിമൂവ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർശ്വഫലം വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് പാർശ്വഫലം എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഓപ്പറേഷൻ തീരുമാനമെടുക്കുന്നത് അതിലും അപകടകരമായ എന്തെങ്കിലും അസുഖം സംശയിക്കുകയോ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടോ അനുഭവിക്കുന്ന ഒരു രോഗിക്കാണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും പാർശ്വഫലങ്ങളുണ്ട്. അത് നമുക്ക് രോഗമില്ലാത്തൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്ല നമ്മൾ റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ക്യാൻസർ റിസ്ക്കോ അത് മൂത്രം ഒട്ടും പോകാത്ത അവസ്ഥയിലോ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗിക്കാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി റിമൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് നമുക്കൊരു വളരെ അപകടം പിടിച്ച ബുദ്ധിമുട്ടുകളൊന്നും പറയാറില്ല. പക്ഷേ പലർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യുകയും അതനുസരിച്ച് പൂർണ്ണമായിട്ടും ചിലപ്പോൾ മാറണമെന്നില്ല. കാരണം 2 or 3 പ്രാവശ്യമായിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ രാത്രിയിൽ പോകുന്ന സമയങ്ങളിൽ ഇനീഷ്യൽ സമയത്ത് കുറച്ച് ബ്ലീഡിങ്ങും അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഓപ്പണായിട്ട് ചെയ്താലും കീഹോളായിട്ട് ചെയ്താലും ഉണ്ട്. അതുകൊണ്ട് കീഹോളായിട്ട് ചെയ്യുന്നതിന് കൂടുതലായിട്ട് പാർശ്വഫലമില്ല, അത് ഉള്ളതിൽ കുറവായിരിക്കും ഉള്ളതിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമുക്കിവിടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പഴയങ്ങാടിൽ നിന്നും യശോദയാണ്. യശോദ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോട്ടെ. നമസ്കാരം ഡോക്ടർ. ഞാൻ 60 വയസ്സുള്ളൊരു ആളാണ്. അത് എനിക്ക് 2 വർഷത്തോളം വയസ്സൊരു വയറ്റിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, മലദ്വാരത്തിൽ ഭയങ്കര തടിപ്പുണ്ട്. അവരെ മൂലക്കുരുവിന്റെ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അതിന് കീഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ സർ? ബ്ലഡ് ഇടക്കിടക്ക് കുറച്ച് പോകുന്നുണ്ട്. നമ്മൾ ഈ കീഹോൾ സർജറി എന്ന് പറയുന്നത് ഈ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ വേറെ സ്ഥലമാണ് ഈ പൈൽസിൻ്റെ ഓപ്പറേഷൻ പോലുള്ള. അതിന് പക്ഷെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പൈൽസ് മുറിച്ച് കളയുന്ന ഓപ്പറേഷൻ ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക, ലേസർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനുകൾ, ഇവയെല്ലാം അതിനെ കീ ഹോളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതെല്ലാം വളരെ ചെറിയ ഓപ്പറേഷനായിട്ട്, അതായത് മുറിവുണ്ടാക്കാത്തുള്ള ഓപ്പറേഷനായിട്ട് ഉണ്ട്. അതൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ളതുകൊണ്ട് വേറെ ഒരു മെഷീൻ ഉപയോഗിച്ച് പൈൽസിൻ്റെ അകഭാഗം മാത്രം കട്ട് ചെയ്യുന്ന ഒട്ടും വേദനയില്ലാത്ത ഓപ്പറേഷൻസ് ഉണ്ട്. അതൊക്കെ ആയിരിക്കും അതിന് നിർദ്ദേശിക്കുന്നത്. കീ ഹോൾ എന്നുള്ള വാക്ക് അതിന് ഉപയോഗിക്കുന്നില്ല, പക്ഷേ മുറിവ് തീരെ ഇല്ലാത്ത ഓപ്പറേഷൻ ഉണ്ട്. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഇഞ്ചറിക്ക് കീഹോൾ സർജറിയിൽ എത്രത്തോളം സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും അതൊരു ഓർത്തോപീഡിക് സർജറി വിഭാഗത്തിൻ്റെ ഒരു വളരെ വളരെ മുന്നേറ്റമായിട്ടുള്ളൊരു വിഭാഗമാണ്. പണ്ട് ഒരു ഇഞ്ചുറി ഉണ്ടായാലും അവർക്കെല്ലാം ആ പേശിയും മസിൽസും ഒക്കെ കീറി തമ്മിൽ തയ്ക്കുന്ന ഓപ്പറേഷനുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത് ആർത്രോസ്കോപ്പി എന്ന് പറയുന്ന വിഭാഗമാണ്. ആർത്രോസ്കോപ്പി എന്ന് പറയുന്ന ഞാൻ കീഹോൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ ലാപ്രോസ്കോപ്പിയും ഇത് ആർത്രോസ്കോപ്പി എന്ന് പറയും. ജോയിൻറ്റിൻ്റെ കീഹോളാണ്. അതുപയോഗിച്ച് ഓരോ അസ്ഥി ജോയിൻറ്റുകൾക്കകത്തുണ്ടാകുന്ന പേശികളും അതിൻ്റെ വള്ളികളും മുറിയുന്നതനുസരിച്ച് അത് തമ്മിൽ തയ്ക്കുകയും അതിനെ നമുക്ക് തിരിച്ച് പഴയ സ്ഥിതിയിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വളരെ ഒരു അഡ്വാൻസ്മെൻ്റാണ് ഈ സ്പോർട്സ് ഇഞ്ചറിക്ക് വേണ്ടി വന്നേക്കുന്നത് ആ കീ ഹോൾ സർജറി. അപ്പോൾ കീ ഹോൾ സർജറി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പോർട്സ് പേഴ്സൺ വളരെ ഏർലി ആയിട്ട്
തിരിച്ച് ആ കായിക അധ്വാനത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനും പഴയ ക്ഷമത വീണ്ടെടുക്കാനും സാധിക്കും മിക്കവാറും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നും ഹബീബാണ്. ഹബീബ്, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ഈ പ്രോസ്റ്റേറ്റിന്റെ ചില ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മൂത്രം തടസ്സം ഉണ്ടാവുക, പിന്നെ പലപ്പോഴായിട്ട് മൂത്രം പോവുക. അപ്പൊ അതിന് ഏത് തരം ചികിത്സയാണ് നല്ലത്? ഗുളികയാണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണോ? എത്ര വയസ്സായി? 67 വയസ്സായി. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ്റെ ആവശ്യം വളരെ കുറവാണ്. നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് രാത്രിയിൽ 3-4 പ്രാവശ്യം എണീറ്റ് ഒഴിക്കേണ്ടി വരിക. ഒഴിക്കാൻ പോയി നിന്നാൽ മൂത്രം പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരിക. വളരെ അതിൻ്റെ ഒരു ഇച്ചിരി കഴിയുന്ന ഘട്ടങ്ങളിൽ മൂത്രം നമ്മൾ എത്തുന്നതിന് മുമ്പ് അറിയാതെ പോവുകയും ബുദ്ധിമുട്ടുകളാണ് പൊതുവെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രാഥമികമായ കുറച്ച് പരിശോധനയുണ്ട്. വയറിൻ്റെ സ്കാൻ എടുത്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മുഴയൊന്നും ഇല്ലേന്നോ, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റും ചെയ്യുകയാണ് ഇതിൻ്റെ ആദ്യ ചെക്കപ്പ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ചെക്കപ്പ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ അപകട സാധ്യത ഒന്നുമില്ല. വളരെ ഏർലി ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് വീക്കമാണെങ്കിൽ നമുക്കത് മരുന്നുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാം. അത് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അത് വളരെയധികം വളരുന്നത് തടയുകയും അത് ചുരുങ്ങാനുള്ളൊരവസരം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചുരുങ്ങുന്ന കേസ് വരികയാണെങ്കിൽ ശസ്ത്രക്രിയയുടെ ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. ക്രമേണ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീണ്ടും വീക്കം വെക്കുകയാണെങ്കിൽ അതിന് കീഹോൾ ഓപ്പറേഷൻ്റെ കീഹോൾ എന്നുള്ള വാക്കല്ല, സിസ്റ്റോസ്കോപ്പിക്കലി, അതായത് ആ മൂത്രനാളിൽ കൂടെ തന്നെ ക്യാമറ ഉപയോഗിച്ച് ആ ബ്ലോക്ക് നമുക്ക് നീക്കം ചെയ്ത് മൂത്രതടസ്സം കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് യൂറോളജി വിഭാഗം വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആദ്യത്തെ ഒരു ചികിത്സയായിട്ട് വരാറില്ല. മരുന്ന് കഴിച്ച് പരാജയപ്പെടുന്ന കേസുകൾക്കാണ് നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്. ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ഗർഭാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കീഹോൾ സർജറി സാധ്യമാണോ? തീർച്ചയായിട്ടും. ഗർഭാശയ മുഴകളുടെ ഏർലി ഘട്ടങ്ങളിലൊക്കെ എന്താണേലും ഈ കീഹോൾ സർജറി ഉപയോഗിച്ചും പൂർണ്ണമായിട്ട് റീക്കൺ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഉപയോഗിക്കുന്ന വയറിൻ്റെ മുറിവുകൾ കുറയുന്ന അനുസരിച്ച് തന്നെ അവരുടെ തിരിച്ചുള്ള ആരോഗ്യ വിഷമത വീണ്ടെടുക്കാനുള്ള അവസരം വളരെ കൂടുതലാണ്. ഇപ്പോൾ അതിനൂതനമായ വളരെ അതിസങ്കീർണമായിട്ടുള്ള ക്യാൻസർ വരെ ഇപ്പോൾ കീഹോളിൽ ഗൈനക്കോളജി വിഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് ഗർഭാശയ മുഴകൾ, ഗർഭാശയത്തിൻ്റെ ക്യാൻസർ വിഭാഗങ്ങൾ, അതിൻ്റെ അണ്ഡാശയ മുഴകൾ, പ്രസവത്തിനോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കീഹോൾ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ കീഹോൾ സർജറിക്ക് ശേഷം നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും ആഹാരം കഴിക്കരുത്, കഴിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുകൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അത് പൊതുവെ ഏത് അസുഖത്തിനാണ് ഓപ്പറേഷൻ നടന്നതെന്നുള്ളതനുസരിച്ചാണ് ആഹാര നിയന്ത്രണം പറയുന്നത്. കുടൽ സംബന്ധമായ ഓപ്പറേഷനുകളാണെങ്കിൽ ഏകദേശം 1 വർഷത്തേക്ക് അധികം നാര് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരും. പിത്തസഞ്ചിയുടെ ഓപ്പറേഷന്, അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 3-4 ദിവസത്തേക്ക് അധികം ദഹന പ്രശ്നം വരുന്ന ആഹാരം ഒഴിവാക്കുക. മറ്റ് ഓപ്പറേഷനൊക്കെ ഇപ്പോൾ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കീഹോളായിട്ട് ചെയ്യുന്നതിനൊന്നും അങ്ങനെ ആഹാര നിയന്ത്രണം ഉണ്ടാവില്ല. ആ ഓപ്പറേഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മളിപ്പോൾ ഗർഭാശയത്തിൻ്റെ ഓപ്പറേഷൻ ആണെങ്കിൽ ഭക്ഷണ നിയന്ത്രണത്തിന് വളരെയധികം ആവശ്യമൊന്നും കാണത്തില്ല. എന്നാൽ പൊതുവായിട്ടുള്ള നമുക്ക് എളുപ്പം ദഹിക്കാനുള്ള ഭക്ഷണങ്ങൾ ആദ്യത്തെ 3-4 ദിവസം കഴിക്കുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. കീഹോൾ സർജറിയെ കുറിച്ചാണ് ഹെലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോട്ടയം ജനറൽ ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ M ആയിരുന്നു. ഡോക്ടർ, നന്ദി. ഹെലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.